ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടെ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. പഴയ കറിവേപ്പില ഉണങ്ങിപ്പോയിട്ട് ഇപ്പോൾ സ്പ്രിംഗ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ കറിവേപ്പില കിളിർത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. തണുപ്പ് കാലം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കറിവേപ്പിലയുടെ കമ്പുകൾ മൊത്തം ഉണങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് മൾച്ചിട്ട് കൊടുത്തതിനാൽ അതിൻ്റെ വേരുകളൊന്നും ഉണങ്ങിപ്പോയിട്ടില്ല. മണ്ണിൻ്റെ അടിയിൽ അവ നല്ല പച്ചയ്ക്ക് നിന്നുകൊള്ളും. അത് കഴിഞ്ഞ് നമ്മൾ സ്പ്രിംഗ് ടൈം ആയി കഴിയുമ്പോൾ അത് വേരിൽ നിന്ന് വീണ്ടും പൊട്ടി കിളിർത്ത് വന്നുകൊള്ളും. ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഇത്തിരി തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലയുടെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഇന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയുടെ ചോട്ടിലിട്ടിരിക്കുന്ന മൾച്ചൊക്കെ ഇന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് തണ്ടിൽ നിന്നും നമുക്ക് ഇലകൾ പൊട്ടി കിളിർത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ക്യാമറയിൽ അത്ര കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും നന്നായിട്ട് സൈഡിലൊക്കെ കിളിർപ്പ് വന്നിട്ടുണ്ട്. എനിക്കിവിടെ 3 കറിവേപ്പില ചുവടാണ് ഉള്ളത്. ഓരോ വർഷവും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കറിവേപ്പില തണുപ്പ് കാലത്ത് സംരക്ഷിക്കുന്നത്. നന്നായിട്ട് മൾച്ചിട്ട് കൊടുക്കും. പിന്നെ കറിവേപ്പില എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തണ്ട് ഞാൻ നന്നായിട്ട് കവർ ചെയ്ത് വെക്കും. കറിവേപ്പ് കട്ട് ചെയ്ത സമയത്ത് ഒരു പരീക്ഷണാർത്ഥം 2 കറിവേപ്പിലയുടെ തണ്ട് ഞാൻ ഈ ചെടിച്ചട്ടിയിൽ വെച്ചിരുന്നു. ആ കറിവേപ്പിലയുടെ തണ്ട് ഇപ്പോൾ കിളിർത്ത് വന്നിട്ടുണ്ട്. ഇത് കറിവേപ്പില ഇല്ലാത്ത ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ ചട്ടിയിൽ ചീര കിളിർത്ത് നിൽക്കുന്നതുകൊണ്ട് കറിവേപ്പിന് ചെറിയൊരു തണലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ 3 കറിവേപ്പിലയും നന്നായി കിളിർത്ത് ദേ നോക്കിക്കേ, ഇത്രയും വളർന്ന് നിൽപ്പുണ്ട്. നിറയെ നല്ല പോലെ തളിരിലകളൊക്കെ വന്ന് നിൽപ്പുണ്ട്. അതുകൂടാതെ ഇപ്രാവശ്യം ബോണസ് ആയിട്ട് എക്സ്ട്രാ ഒരു 3 കറിവേപ്പില തൈകൾ കൂടി വേരിൽ നിന്ന് പൊട്ടിക്കിളിർത്ത് വന്നിട്ടുണ്ട്. ഈ ഫെൻസിന്റെ സൈഡിലായിട്ടാണ് തൈകൾ കിളിർത്ത് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കറിവേപ്പിലേക്ക് ചാണകപ്പൊടിയും കഞ്ഞിവെള്ളവും കമ്പോസ്റ്റും ഒക്കെയാണ് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും മഴ പെയ്യുന്നത് പോലെ ഇലകൾ നന്നായി നനച്ചു കൊടുക്കുകയും ചെയ്യും. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.